വെൽക്കം ടു ഓൾ. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, പിന്നെ ഹ്യൂമാനിറ്റീസിൽ പരമ്പരാഗതമായി വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഹിസ്റ്ററി. അപ്പൊ അതിന്റെ ഉള്ളടക്കത്തിലും പാഠ്യപദ്ധതിയിലും എല്ലാം മാറ്റങ്ങൾ വന്നു. അപ്പൊ തൊഴിൽ മേഖലയിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള സാധ്യതകൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഹ്യൂമാനിറ്റീസ് കേരളത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഒരു മേഖലയാണ് ഹ്യൂമാനിറ്റീസ്. അതിൽ തന്നെ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്ററി കരിയറായി ഭാവിയിലുള്ള സാധ്യതകൾ എന്തെല്ലാം എന്ന് നമുക്ക് ക്ലാസ് മുറികളിൽ ഒരു അധ്യാപകൻ അത് പറഞ്ഞു കൊടുക്കേണ്ട രീതികൾ എങ്ങനെയാ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും എന്നതാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഒത്തിരി ഈ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളെല്ലാം അധ്യാപകർ എന്ന നിലയ്ക്ക് നമ്മൾ അതിനനുസരിച്ച് മാറിയിട്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്ലാസ്സിൽ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ സബ്ജക്റ്റ് പഠിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ പൊതുവെ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് സബ്ജക്റ്റ് മീൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ദ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞകാല സംഭവങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ പൊതുവെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷനുകളിലൊന്നും ഇവിടെ നമുക്ക് അത്ര വലിയ കാര്യമില്ല. എങ്കിലും കുട്ടികൾ ചോദിക്കും, എന്തിനാണ് സാർ ഹിസ്റ്ററി പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതേ ചോദ്യം തന്നെ പൊളിറ്റിക്സ് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അതല്ല എക്കണോമിക്സ് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇനി അതല്ല സോഷ്യോളജിയോ അതർ ഇതിന് കോറിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ വളരെ സ്റ്റേൺ ആയിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ക്ലാസ്സിൽ എടുക്കേണ്ട ഇപ്പോൾ പ്ലസ് വണ്ണിന് എടുക്കേണ്ട 11 ചാപ്റ്ററോ പ്ലസ് ടുവിന് എടുക്കേണ്ട 15 ചാപ്റ്ററോ അല്ല. മാത്രമല്ല, താൻ പഠിപ്പിക്കുന്ന അല്ലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മുന്നിലുള്ള കുട്ടികൾക്ക് ഹിസ്റ്ററി ഒരു കൊഗ്നിറ്റീവ് ഐഡിയയിൽ കുട്ടികളിലേക്ക് തലച്ചോറിലേക്ക് ഒരുപാട് നോളജ് കുത്തി നിറയ്ക്കൽ മാത്രമല്ല, ആ സബ്ജക്റ്റിനോട് ഇഷ്ടമുണ്ടാക്കി ആ സബ്ജക്റ്റ് പഠിച്ചിട്ട് ഭാവിയിൽ എന്തെല്ലാം ആയിത്തീരാം എന്ന് പറയുന്നിടത്ത് അധ്യാപകന്റെ ക്ലാസ്സുകൾ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒക്കെ നമുക്കറിയാം. അപ്പോൾ സിമ്പിളി ഹിസ്റ്ററിയുടെ ഡെഫിനേഷനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് നേരെ നമ്മൾ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? അപ്പൊ സാധാരണ ത്രൂ ഔട്ട് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കോർ സ്കില്ല് നമ്മൾ സാധാരണ ഡെവലപ്പ് ചെയ്യുന്നത് സാധാരണ ഹിസ്റ്ററി പഠിച്ചതുകൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, ഇന്റൻസീവ് റിസർച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഡാറ്റ അനാലിസിസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് വാല്യുവേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അപ്പൊ പൊതുവെ ഇതെല്ലാം ഒരു ഹിസ്റ്ററി പഠിക്കുന്നതിലൂടെ ഒരു കുട്ടിയിൽ ഉണ്ടാവും അല്ല ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ മാറ്റങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ അതിനേക്കാട്ടിലും ഉപരിയായിട്ട് ഒരു ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിട്ടുള്ള സാധാരണ നോർമൽ കേസിലുള്ള ഗ്രാജുവേഷൻ ലെവലിലുള്ള അല്ലെങ്കിൽ പഠിച്ചാൽ പ്ലസ് ടു ഹിസ്റ്ററി അല്ലെങ്കിൽ പ്ലസ് ടുവിൽ കോഡ് 11, 12, 13 എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞാൽ പ്ലസ് ടു റിസൾട്ട് വന്ന് ഹ്യൂമാനിറ്റീസിലെ എക്കണോമിക്സോ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ സോഷ്യോളജി ഒക്കെ പഠിച്ച കുട്ടികൾക്ക് പിന്നീട് ഫർദർ ഓപ്ഷൻ എന്നുള്ളതെടുത്ത് നമ്മൾ പൊതുവെ പറയുന്നത് ഒന്ന് നമുക്കറിയാം, ഇപ്പോൾ നിലവിലുള്ള 4 ഇയർ ഓണേഴ്സ് ഡിഗ്രി കോഴ്സുകളാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഈ ഒരു കുട്ടിക്കും എടുക്കാൻ പറ്റുന്ന ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇതിന് മുന്നോട്ടുള്ള പഠനത്തിൽ ആദ്യം വരുന്ന ഒന്ന് BA ഹിസ്റ്ററി എന്ന് പറയുന്നതാണ്. അപ്പൊ BA ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓണേഴ്സ് കോഴ്സാണ്. ഇപ്പൊ പുതുതായിട്ട് വരുന്നത് 3 ഇയർ കോഴ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കി ഇപ്പം 4 ഇയർ കോഴ്സുകളാണ്. അപ്പൊ നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ BA ഡിഗ്രി എടുത്തു പോവാം. അത് കഴിഞ്ഞാൽ അതിന്റെ ഹയർ ഓപ്ഷൻ എടുത്ത് MA എടുക്കാം എന്ന് പറഞ്ഞാൽ PG കോഴ്സുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് ഒരു കുട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എവിടേക്ക് എത്താം, PhD ഇതിലെടുക്കാം. ഇനി അതല്ല, BA എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടുമെന്നും MA എടുത്താൽ എന്തെല്ലാം കിട്ടുമെന്നും ഹിസ്റ്ററി അല്ലെ PhD ഹിസ്റ്ററി എടുത്താൽ എന്തെല്ലാം പറ്റുമെന്നും തന്റെ അനുഭവത്തിലൂടെ അധ്യാപകൻ അത് ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ വളരെ എഫക്റ്റീവ് ആവും, ഒരു സംശയം വേണം. ഇപ്പോ ഹിസ്റ്ററി എടുക്കുന്ന ഒരു അധ്യാപകന് സ്വാഭാവികമായിട്ടും അയാൾ BA ഹിസ്റ്ററിയും MA ഹിസ്റ്ററിയും B.Edഉം സെറ്റും എടുത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ടീച്ചിങ് കരിയർ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്നെ റോൾ മോഡലാണ് ഹിസ്റ്ററി അധ്യാപകൻ എന്ന് പറയാം. ഇപ്പോ ഈ ഹയർ സെക്കൻഡറി അധ്യാപകർ നെറ്റ് ക്വാളിഫൈഡ് ഉള്ള ആളുകളുണ്ടാവും, ഡോക്ടറേറ്റ് ഉള്ളവരുണ്ടാവും. അപ്പൊ ഡോക്ടറേറ്റിന്റെ സാധ്യതകൾ പറയാം, ഡോക്ടറേറ്റ് കിട്ടുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയാം, സമൂഹത്തിൽ അതിനെന്തെല്ലാം ആക്സെപ്റ്റൻസ് കിട്ടും, ഇതെല്ലാം ഗംഭീരമായിട്ട് ടീച്ചർക്ക് അവതരിപ്പിക്കാൻ പറ്റും.
ടീച്ചറുടെ അവതരണമായിരിക്കും അവിടെ കുട്ടിക്ക് ഈ കോഴ്സ് കൊണ്ടുള്ള ഭാവിയിലെ പ്രയോജനങ്ങൾ എത്രത്തോളം എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇനി ഇതെല്ലാം BA ഹിസ്റ്ററി അല്ലെ MA ഹിസ്റ്ററി PhD ഇൻ ഹിസ്റ്ററി അതൊക്കെ അതിന്റെ ഒരു ട്രഡീഷണൽ പാത്വേയിലൂടെ പോവാം. അതിലുപരിയായിട്ട് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഉണ്ട്. കുട്ടികൾ ചോദിക്കുമ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം, ഉണ്ട്, ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. ദെൻ വൺ അനദർ ഇതിന് റിലേറ്റഡ് ആയിട്ട് ആർക്കിയോളജി ഉണ്ട്, മ്യൂസിയോളജി ഉണ്ട്, എപ്പിഗ്രാഫിക് ഉണ്ട്, ന്യൂമിസ്മാറ്റിക് ഉണ്ട്, ദെൻ ആർക്കൈവൽ സയൻസ് ഉണ്ട്, ഹെറിറ്റേജ് മാനേജ്മെന്റ് ടൂറിസം ഉണ്ട്, ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഗ്ലോബൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 1 by 1 ആയിട്ട് ഡയറക്റ്റ് ഹിസ്റ്ററിയിൽ നിന്നും മാറിയിട്ട് അതിന്റെ സബ് ഡിവിഷൻസ് ആയിട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആർക്കിയോളജി. ഇപ്പൊ നിങ്ങൾ ആർക്കിയോളജി ഒക്കെ പറയുമ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്കവേഷൻസിനെ കുറിച്ചും ഇന്ത്യയിൽ ഇതര ഭാഗങ്ങളിലുള്ള എക്സ്കവേഷനെ കുറിച്ചും എക്സ്കവേഷന്റെ ഒരു വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുക. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ സാധാരണ കാണിച്ചു കൊടുക്കാറ് അത്തരത്തിലുള്ള എക്സ്കവേഷന്റെ വീഡിയോസ്. എക്സ്കവേഷനോട് താല്പര്യമുള്ള കുട്ടികളുണ്ടാവും, ദേ ആർ ആർക്കിയോളജി പഠിക്കട്ടെ. ഇനിയല്ല ഒരു മ്യൂസിയം, എന്താണ് മ്യൂസിയം, മ്യൂസിയത്തിലെ എന്താണ് മ്യൂസിയത്തിൽ എന്ത് ജോലിയാണ് കിട്ടുക? സാധാരണ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, സാർ മ്യൂസിയത്തിൽ എന്ത് ജോലിയാണ് ഉണ്ടാവും? അപ്പൊ ആ ജോലിയുടെ പേര് പറഞ്ഞു കൊടുക്കണം. ആ ജോലി ക്യൂറേറ്റർ എന്ന് പറയുന്ന ജോലിയുണ്ട്, അത് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഡൽഹിയിലെ തീൻമൂർത്തി മ്യൂസിയമോ നാഷണൽ മ്യൂസിയമോ കൊൽക്കത്തയിലെ മ്യൂസിയമോ ഇനി ഏതുള്ള ഈ പിക്ചറിൽ കാണുന്ന പിന്നെ പാരീസിലെ വലിയ മ്യൂസിയങ്ങളോ, ഈജിപ്റ്റോളജി പഠിക്കുന്ന കെയ്റോയിലെ മ്യൂസിയങ്ങളോ, അലക്സാണ്ട്രിയയിലെ മ്യൂസിയങ്ങളോ, ഇതെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇതൊക്കെ കുട്ടികൾക്ക് അതിന്റെ വിഷ്വലും വീഡിയോ ഒക്കെ ആയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇപ്പൊ ആർക്കിയോളജി പഠിക്കാം, മ്യൂസിയോളജി പഠിക്കാം, എപ്പിഗ്രാഫി പഠിക്കാം. നിങ്ങൾക്കറിയില്ല ആർക്കിയോളജി നൗ ദ പാർട്ട് ഓഫ് എ സയൻസും കൂടെയാണെന്ന് കുട്ടികൾക്ക് അറിയാം, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ തന്നെ ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹെറിറ്റേജ് ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഗൈഡുകളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹിസ്റ്ററി പഠിച്ച ആളുകളെ എടുക്കാറുണ്ടെന്ന് പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറയാം. ഹെറിറ്റേജ് ടൂറിസം ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കരിയറായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, അത് അവതരിപ്പിക്കാം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹ്യൂമാനിറ്റീസും സയൻസും കൊമേഴ്സും ഏത് സ്ട്രീം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് BEdന് പോവാം. ഇപ്പൊ ഹിസ്റ്ററി പഠിച്ചാലും എന്തിനു പോവാം? BEdന് പോവാം എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ BEd ഒരു ബാച്ചിലർ ടീച്ചിങ് ഓപ്ഷൻ കരിയറായി എടുക്കുന്നവർക്ക് പ്രൊഫഷണൽ കോഴ്സായിട്ട് ഹിസ്റ്ററിക്ക് ശേഷം BEd എടുക്കാം. BEd എടുക്കുമ്പോൾ നിങ്ങൾ ITEP ഒക്കെ പറഞ്ഞു കൊടുക്കണം. പുതിയ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. നാഷണൽ യൂണിവേഴ്സിറ്റികളും സംസ്ഥാനത്ത് ഒരുപാട് പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുടനീളം വരുന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഡിഗ്രി കോഴ്സിന്റെ കൂടെ ഗ്രാജുവേഷൻ പ്ലസ് BEd കോഴ്സ് ITEP എന്ന് പറയുന്ന ഇന്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിനെ കുറിച്ചും ആ പ്രോഗ്രാമിൽ കുട്ടികൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടുള്ള സാധ്യതകളെ കുറിച്ചും അധ്യാപകൻ വാദോരാതെ ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രസന്റേഷൻ എന്ന് പറയാം. ദെൻ അതിലുപരിയായിട്ട് സാധാരണ LLBക്ക് പോകാം. കുട്ടികളൊക്കെ ഹ്യൂമാനിറ്റീസ് കുട്ടികളൊക്കെ താല്പര്യപ്പെടുന്ന ഒരു ഗംഭീര മേഖലയാണ് LLB. അപ്പൊ LLBയുടെ ഹിസ്റ്ററി പഠിച്ചാലും LLBക്ക് പോകാവുന്ന നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാൽ, അതുപോലെ ബാംഗ്ലൂരിലെ നാഷണൽ ജുഡീഷ്യൽ യൂണിവേഴ്സിറ്റി, കൊച്ചിയിലുള്ള നാഷണൽ ജുഡീഷ്യൽ സർവകലാശാല, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സർവകലാശാലകളെ കുറിച്ച് ഉദാഹരണമാക്കാം. ഭോപ്പാലിൽ പഠിച്ചതുകൊണ്ടുള്ള ഗുണമെന്തെന്ന് കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ LLB കോളേജുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് LLB ഹിസ്റ്ററി പഠിച്ചാലും ഹിസ്റ്ററി പഠിച്ചാലും LLBക്ക് സാധ്യതയുണ്ടെന്ന് പറയണം. അതുപോലെ MBA ഇപ്പൊ നമുക്കറിയാം MBAയുടെ ക്വാളിഫിക്കേഷൻ MBA എന്ന് പറഞ്ഞാൽ PG കോഴ്സാണ്. PG കോഴ്സിന്റെ MBAക്ക് യോഗ്യത എന്ന് പറയുന്നത് എനി ഡിഗ്രിയാണ്. അപ്പം BA ഹിസ്റ്ററി കഴിഞ്ഞ ഒരാൾക്കും എന്തിനു പോവാം? MBA എടുത്തു പോവാം. അപ്പൊ നിങ്ങൾക്ക് MA കഴിഞ്ഞിട്ടുള്ള MA ഹിസ്റ്ററി എടുത്തിട്ടുള്ള പ്രസിദ്ധരായ ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിലവിലെ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറുടെ പേരൊക്കെ പരാമർശിക്കാവുന്നതാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, അതൊക്കെ എല്ലാം സൂചിപ്പിക്കാം. ദെൻ എഡ്യൂക്കേഷണൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്കൂൾ ടീച്ചർ ആവാം, കോളേജ് പ്രൊഫസർ ആവാം, അതിന്റെ മേലെ ആവാം, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം.
പിന്നെ റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് മാറാം. ഇങ്ങനെയുള്ള സാധ്യതകളും അതൊക്കെ നമ്മളെ സാധാരണ ഒരു ഹിസ്റ്ററി ടീച്ചറുടെ വായിൽ നിന്ന് ഇതെല്ലാം സ്വാഭാവികമായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ എങ്ങനെയാണോ അത് പ്രസന്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ഈ ഒരു നമ്മളൊരു കാര്യം ഒരാൾ നമ്മുടെ മുന്നിൽ പറയുമ്പോൾ അതിന് വെൽ എഫക്റ്റീവ് ആയിട്ട് അതിന്റെ എല്ലാ കോർണർ ബേസ്ഡ് നോളജും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അത് നമ്മൾ മുന്നിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി കുട്ടികളിൽ ഉണ്ടാവും. ആ രീതിയിലായിരിക്കണം അവതരിപ്പിക്കേണ്ടത്. മക്കളെ, അസിസ്റ്റന്റ് പ്രൊഫസർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കഴിയട്ടെ, ഹിസ്റ്ററിയിൽ ഡിഗ്രി എടുക്കൂ, അതിനുശേഷം PG ഹിസ്റ്ററിയിൽ എടുക്കൂ, അതിനുശേഷം സെറ്റ് പാസ്സാവൂ, അതിനുശേഷം നെറ്റ് എടുക്കൂ, നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവൂ, അതിനുശേഷം കോളേജ് പ്രൊഫസർ ആവും. നിങ്ങൾ ജോലിയിൽ കയറുമ്പോഴേക്കും ഏകദേശം 2-2.5 ലക്ഷം രൂപ അതിൽ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അതിനോട് താല്പര്യമുണ്ടാവും. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ എല്ലാ ഹ്യൂമാനിറ്റീസ് കോഴ്സ് കഴിഞ്ഞാലും, ഏത് സയൻസ് കോഴ്സ് കഴിഞ്ഞാലും, ഏത് കൊമേഴ്സ് കോഴ്സ് കഴിഞ്ഞാലും ഗവൺമെന്റ് ജോബുകൾ കിട്ടാറുണ്ട്. അപ്പൊ നമ്മളവിടെ ഹിസ്റ്ററി അധ്യാപകന് ഊന്നി പറയേണ്ടത്, ഹിസ്റ്ററി പഠിച്ചാൽ എന്തെല്ലാം മത്സര പരീക്ഷകൾ എഴുതാം. നമുക്ക് ധൈര്യമായിട്ട് പറയാം, എന്തെല്ലാം പറയാം. UPSC സിവിൽ സർവീസ് എക്സാം ഉണ്ട്. ഇപ്പൊ സിവിൽ സർവീസ് എഴുതിയിട്ടുള്ള ഒട്ടുമിക്ക കുട്ടികളും ലാസ്റ്റ് ഏതെങ്കിലും ഡോക്ടറോ BTechോ പഠിച്ച കുട്ടികളും അവരുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഹിസ്റ്ററി എടുക്കാറുണ്ട്. അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് ക്ലാസ്സിൽ പറയാം. IAS എടുക്കാം, ഫോറിൻ സർവീസ് എടുക്കാം, IPS എടുക്കാം. ഏത് ഹിസ്റ്ററി പഠിച്ചാലും ഇത് കിട്ടും. സാധാരണ കുട്ടികൾ പറയാറ്, ഹിസ്റ്ററി പഠിച്ചത് കൊണ്ട് ഇതൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയണം. അതിന് നല്ല നിലവിലുള്ള കലക്ടർമാരുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുക, അതിലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞു കൊടുക്കുക, ഈ മേഖലയിൽ ശോഭിച്ചിട്ടുള്ള ആളുകളെ ചിത്രങ്ങൾ കാണിക്കാം, അവർ റിലേറ്റഡ് വീഡിയോസ് കാണിക്കാം. അതൊക്കെ കാണിക്കാം നിങ്ങൾക്ക്. ആ രീതിയിൽ നിങ്ങൾ അത് അവതരിപ്പിക്കാം. ദെൻ PSC, അതായത് സ്റ്റേറ്റ് സംസ്ഥാന തലത്തിൽ നടത്തുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാമിനൊക്കെ തന്നെ ഹിസ്റ്ററി, ഇപ്പൊ നിങ്ങൾക്കറിയാം, പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാമിൽ ഒരു സിലബസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. വേൾഡ് ഹിസ്റ്ററിക്ക് 3 മാർക്കുണ്ട്, കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും കൂടെ 5 മാർക്കുണ്ട്. സാധാരണ പ്രിലിംസ് എക്സാമിനുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് PSC നടത്തുന്ന 3 തരത്തിലുള്ള എക്സാമാണ്: 10th ലെവൽ എക്സാം, +2 എക്സാം, ഡിഗ്രി ലെവൽ എക്സാം. ഈ 3 പരീക്ഷയ്ക്കും, 10th ആവട്ടെ, +2 ആവട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആവട്ടെ, ഈ 3 പരീക്ഷകൾക്ക് എന്തുണ്ട്? ഹിസ്റ്ററി മസ്റ്റാണ്. ഇനി അതല്ല, നാഷണൽ ലെവലിൽ നടക്കുന്ന SSC പോലുള്ള പരീക്ഷകൾക്കും അതിൽ ഹിസ്റ്ററി ഉണ്ട്. ജനറൽ നോളജിന്റെ 40 മാർക്കിൽ ഒരു പരീക്ഷയിൽ അതിൽ ഒരു 4-5 മാർക്ക് ഹിസ്റ്ററിയാണ്. അത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ക്ലാസ്സിൽ നിങ്ങൾ കുറച്ചും കൂടി കൃത്യമായിട്ട് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ ഈ ക്ലാസ് റൂമിൽ ഹിസ്റ്ററി അധ്യാപകരാണ് ഉള്ളതെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ, +2 ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രിക്സ് ആൻഡ് ബീഡ്സ് ആൻഡ് ബോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ദ ഫസ്റ്റ് ഇൻഡസ് വാലി സൈറ്റ് ഡിസ്കവേർഡ്, ദാറ്റ് ഈസ് ഹാരപ്പ. സോ ഹാരപ്പ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ആദ്യത്തെ സൈറ്റ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക, എങ്ങനെയാണ് മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇത് വരിക എന്ന് നിങ്ങളത് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഹിസ്റ്ററി പഠിക്കാനുള്ള താല്പര്യം കുട്ടികളിൽ ഉണ്ടാവും. പിന്നെ SSC ബാങ്കിങ് പരീക്ഷയ്ക്ക് ഇവിടെ നമ്മൾ ബാങ്കിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും ബാങ്കിങ്ങിൽ ജനറൽ നോളജ് പോർഷൻ കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. നിങ്ങൾ SSC ധൈര്യമായിട്ട് പറയാം. SSCയുടെ 2 തരത്തിലുള്ള എക്സാമുകൾ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം. 2 ടൈപ്സ് ഓഫ് എക്സാം ആണുള്ളത്. നിങ്ങൾക്കറിയാം, അത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമും ഡിഗ്രി ലെവൽ എക്സാമും. 2 എക്സാമുകൾക്കും ഹിസ്റ്ററി സാധാരണ പരീക്ഷ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ അതെല്ലാം അറിയാം. അപ്പം പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിൽ ഹിസ്റ്ററി പഠിച്ചുള്ള അതിന്റെ ഗുണം, ടീച്ചിങ് ആസ്പെക്ട്സിൽ ഹിസ്റ്ററി പഠിച്ചുള്ള അതിന്റെ ഗുണം, അതേപോലെ തന്നെ മത്സര പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് പഠിച്ചുള്ള ഗുണമൊക്കെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുക. പിന്നെ ആർക്കൈവ്സ്, മ്യൂസിയംസ്, ഹെറിറ്റേജ്, അപ്പൊ അവിടെയെല്ലാം ഈ ഹിസ്റ്ററി പഠിച്ചവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്ന വലിയ കുടുംബത്തിലെ പുതുമുഖ കുട്ടികളാണ്, അല്ലെങ്കിൽ ന്യൂബോൺ ബേബീസ് ആണ് ആർക്കൈവിസ്റ്റും മ്യൂസിയം ക്യൂറേറ്ററും കൺസർവേഷനിസ്റ്റും ഒക്കെ. അപ്പൊ നിങ്ങൾ ഈ ആർക്കൈവിസ്റ്റും മ്യൂസിയവും കൺസർവേഷനും ഒക്കെ പറയുന്ന സമയത്ത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകും കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായി. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലൂടെ നിങ്ങൾ കടന്നു വരുമ്പോൾ അത് പറഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ
ആ സൈറ്റുകൾ കാണാൻ പോകുമ്പോൾ ആ സൈറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന ടീമാര് ASI ആണ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ ASIയിലുള്ള ജോലികൾ എന്തെല്ലാം, അപ്പൊ ASIയിൽ എന്തെല്ലാം ജോലികൾ കിട്ടാനുണ്ട്. ഈ ASIയിൽ ജോലി കിട്ടിയാലുള്ള ഗുണമുണ്ട്. അത് മാത്രമല്ല, യുനെസ്കോയുടെ ഹെറിറ്റേജ് വിങ് ഉണ്ട്. അപ്പൊ യുനെസ്കോയുടെ ഹെറിറ്റേജ് വിങ്ങിൽ എന്ത് ജോലികൾക്ക് സാധ്യതയുണ്ട്? അതൊക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മളെ ഹയർ സെക്കൻഡറി കരിയർ അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ കരിയർ പ്രയാണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ എന്ത് കരിയർ ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ഗൂഗിൾ കരിയേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത് ഗംഭീരമായ അവതരണമായിരിക്കും. ഇനി ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്ക് ജേർണലിസം കോഴ്സ് ചെയ്യാം. ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ എടുക്കാം. ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾ ഡിജിറ്റൽ ഹെറിറ്റേജ് ക്യൂറേറ്റർ ആവാം. ഇതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുക്കുക. ഹിസ്റ്ററി പഠിച്ചാൽ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിലും സാധ്യതകളുണ്ടെന്ന് നിങ്ങൾ പറയണം. അതേപോലെ തന്നെ ഇപ്പം വന്നിരിക്കുന്ന പുതിയ ഐറ്റമാണ് കോർപ്പറേറ്റ് ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ മേഖലയുടെയും ഹിസ്റ്ററി. ഈ കോർപ്പറേറ്റ് ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ കൂടെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹിസ്റ്ററി ഒരു മാക്രോ സബ്ജക്റ്റ് ആയിരുന്നു, ഇപ്പം മൈക്രോ സബ്ജക്റ്റ് ആയി മാറി. ഇപ്പോൾ ഫുഡ് ഹിസ്റ്ററി അങ്ങനെയുള്ള നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്യാനുള്ള ഭാഗമായിട്ട്, കൾച്ചറൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഈ ഭക്ഷണത്തിന്റെ ഹിസ്റ്ററി പറയാം, വേഷത്തിന്റെ ഹിസ്റ്ററി പറയാം, സംസാരത്തിന്റെ ഹിസ്റ്ററി പറയാം. അങ്ങനെ ഓരോരോ മേഖലകളിൽ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അതായത് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ജോബുകളിൽ ഇപ്പൊ നിങ്ങൾ കോഴിക്കോടൊക്കെ നടക്കുന്ന ഒരു പരിപാടി ഹെറിറ്റേജ് വാക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഹെറിറ്റേജ് വാക്കുണ്ട്. ഉത്തർപ്രദേശിലെ ഈ മീററ്റ്, വാരണാസി എന്നിവിടങ്ങളിൽ ഹെറിറ്റേജ് വാക്കുണ്ട്. ആൻഷ്യൻ ഇന്ത്യൻ ക്യാപിറ്റൽ ആയിട്ടുള്ള മീൻസ് ബ്രിട്ടീഷ് ഇന്ത്യൻ ക്യാപിറ്റൽ ആയിട്ട് കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ഹെറിറ്റേജ് വാക്കുണ്ട്. ദ മോസ്റ്റ് ഫേമസ് ഹെറിറ്റേജ് വാക്ക് ഇൻ പാരീസ്. നിങ്ങൾ ആദ്യം ഗ്ലോബൽ നിന്ന് തുടങ്ങി കേട്ടോ, അതായത് ലോക്കൽ പറയുന്നതിന് പകരം ഗ്ലോബൽ എന്ന് തുടങ്ങിക്കോ. നൗഡേയ്സ് വേൾഡ് എന്ന് പറയുന്നത് ഗ്ലോബലി കണക്റ്റഡ് ആണ്. ഗ്ലോബൽ ആയിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുന്നതാണ് നല്ലത്. നിങ്ങൾക്കറിയല്ലോ, കുട്ടികൾ എന്ന് പറയുന്നത് ഗ്ലോബലി കണക്റ്റഡ് ആണ്. ഗ്ലോബൽ ആയിട്ടുള്ള എക്സാമ്പിളുകൾ പറഞ്ഞു വിടുക, പിന്നെ നാഷണൽ ലെവലിൽ പറയാം, പിന്നെ കേരള ലെവലിൽ പറയാം. ഇതാണ് ഏറ്റവും ബെറ്റർ വേ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതെല്ലാം അവതരിപ്പിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കോഴ്സസ് ഒക്കെ ഇതിനെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു. BA ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്ററി കഴിഞ്ഞാൽ MA ഹിസ്റ്ററി ഉണ്ട്, ഇന്റഗ്രേറ്റഡ് BA MA ഹിസ്റ്ററി കോഴ്സുകളുണ്ട്, പിന്നെ MA ആർക്കിയോളജി ഉണ്ട്. അതെല്ലാം നിങ്ങൾ ഇതിന്റെ കൂടെ നമ്മൾ തൊട്ടു മുന്നേക്ക് ഡിസ്കസ് ചെയ്തു, അതൊക്കെ എല്ലാം പറയാം. ഡിപ്ലോമ കോഴ്സുകൾ എപ്പിഗ്രാഫിയിലുണ്ട്, മ്യൂസിയത്തിലുണ്ട്, ആർക്കൈവിക്കൽ സയൻസിലുണ്ട്, ന്യൂമിസ്മാറ്റിക്കിലുണ്ട്. അപ്പൊ അതെല്ലാം അതിന്റെ കൂടെ പറയാം. ഇനി നിങ്ങളെ എല്ലാ ക്ലാസ്സിലും നിങ്ങൾ പറയുന്നതാണ് ഹിസ്റ്ററി കഴിഞ്ഞാൽ എവിടെയെല്ലാം പഠിക്കാൻ പോകും. അപ്പൊ നമ്മൾ സാധാരണ പറയുന്നതാണ് ഇഷ്ടംപോലെ കോളേജുകളുണ്ട്. അങ്ങനെ കോളേജൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ പറയും നല്ല നല്ല കോളേജുകൾ ആദ്യം പറഞ്ഞു തുടങ്ങി. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന അമേരിക്കയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഉദാഹരണം പറയും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഓക്കെ കഴിഞ്ഞ സമയം ഒന്ന് കേൾക്കുന്നില്ല സർ. തുടർന്നോളൂ സാറേ, തുടർന്നോളൂ. പറഞ്ഞോ. തുടർന്നോളൂ സാറേ, തുടരൂ. നമുക്ക് സമയം 5 മിനിറ്റേ ഉള്ളൂ, നമുക്ക് ഡിസ്കഷന്റെ സമയത്തിനേക്ക്. കണ്ടിന്യൂ ചെയ്യൂ സാറേ. ഓക്കെ. അപ്പൊ ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികള് അവിടെ അതിനെക്കുറിച്ച് ഉദാഹരണം പറയാം. പിന്നെ ഇന്ത്യയിലെ പ്രീമിയർ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതെല്ലാം പറയാൻ സമയം എടുക്കുന്നത്. പിന്നെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പറയാം, ഡൽഹി യൂണിവേഴ്സിറ്റി പറയാം, ജാമിയ മില്ലിയനെ കൂടെ പറയാം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പറയാം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പറയാം. ഇനി അതെല്ലാം സെൻട്രൽ ഇന്ത്യയിലേക്കുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ പറയാം. പിന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ഒക്കെ യൂണിവേഴ്സിറ്റികൾ ഉദാഹരണം പറയാം. ഇവിടെയൊക്കെ പോയിട്ട് ഹിസ്റ്ററി പഠിക്കാം. ഹിസ്റ്ററി ഒരു ലോക്കൽ സബ്ജക്റ്റ് അല്ലാന്ന് നിങ്ങളുടെ പ്രസന്റേഷനിലൂടെ കുട്ടികൾക്ക് മനസ്സിലാവും. ഈ ആർക്കിയോളജി പഠിക്കാനുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർവേ ഓഫ് ഇന്ത്യ ഉണ്ട്, കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് തന്നെ സെന്റർ ഉണ്ട്, പിന്നെ കൊൽക്കത്ത യൂണിവേഴ്സിറ്റി, പൂന ഡീംഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതെല്ലാം ആർക്കിയോളജി പഠിക്കാൻ പറയാം. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ പറയുന്ന ആർക്കിയോളജി എലിജിബിലിറ്റി, അത് മാസ്റ്റർ ഡിഗ്രി ഇൻ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അത് പഠിക്കാൻ ദീൻ ദയാൽ ഉപാധ്യായ ഇൻസ്റ്റിറ്റ്യൂട്ട് ആർക്കിയോളജി അവിടെ പോയി പഠിക്കാം.
ഇങ്ങനെ 1 by 1 ആയിട്ട് പ്രധാനപ്പെട്ട, നിങ്ങൾ ഇതിൽ ഉദാഹരണമാക്കണമെന്നില്ല, നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളൊക്കെ ഹിസ്റ്ററി അധ്യാപകരായിരിക്കാം, അതിൽ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് നമുക്ക് അരമണിക്കൂർ ക്ലാസ്സേ ഉള്ളൂ, ജസ്റ്റ് സൂചന മാത്രമേ ഉള്ളൂ, അതിനനുസരിച്ച് പറയാനുള്ളതാണ് പറയുന്നത്. ഇനി ന്യൂമിസ്മാറ്റിക് പഠിക്കാൻ ഏതെങ്കിലും കുട്ടികൾക്ക് +2 കഴിഞ്ഞ് ഡിഗ്രി എടുത്ത് ന്യൂമിസ്മാറ്റിക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പോട്ടെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ന്യൂമിസ്മാറ്റിക് സ്റ്റഡീസിൽ പോയി പഠിക്കാം. അതിനോട് താല്പര്യമുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇനി കേരളത്തിൽ KCR നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. അത് തിരുവനന്തപുരത്ത്, അതുപോലെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ സാൻസ്ക്രിറ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി മ്യൂസിയോളജി ഉണ്ട്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ അതിൻ്റെ കൂടെ പറയാവുന്നതാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ സമയം പരിമിതി ഉള്ളത് കൊണ്ട് പറയാം, കോളേജ് അഡ്മിഷൻ, എല്ലാ പ്രധാനപ്പെട്ട അഡ്മിഷൻ കോഴ്സും ഡിഗ്രി ലെവലിൽ ഇപ്പോൾ നടക്കുന്നത് CUT-യിലൂടെയാണ്. അപ്പോൾ +2 കഴിഞ്ഞ് CUT എക്സാമിലൂടെ ഡിഗ്രിക്ക് ഹിസ്റ്ററിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നാഷണൽ ലെവലിൽ നടക്കുന്ന CUT എക്സാമിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കണം. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. ഇനി ഇത് കൂടാതെ സ്കോളർഷിപ്പുകളും പരാമർശിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് നടത്തുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ ഏതെല്ലാം? ഇപ്പൊ ഹാരിസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഉണ്ട്, സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. അതെല്ലാം പിന്നെ സ്കൂളുകളിൽ ചർച്ച ചെയ്യുന്നതാണ്, എങ്കിലും നിങ്ങൾക്ക് അതും കൂടെ ഇതിന്റെ കൂടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓൾ ഇന്ത്യ ലെവലിലുള്ള സ്കോളർഷിപ്പ്, ഇപ്പൊ JRF ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. +2 കഴിയട്ടെ, ഡിഗ്രി എടുക്കട്ടെ, PG കഴിയട്ടെ, എന്നിട്ട് UGC എഴുതട്ടെ, UGC-യിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന കോഴ്സ് ഉണ്ട്, അത് പറയാം. പിന്നെ പോസ്റ്റൽ ഡോക്ടർ ഫെലോഷിപ്പ് ഉണ്ട്, അത് പറയാം. പിന്നെ ഇൻഡാക്ട് റിസർച്ച് സ്കോളർഷിപ്പ്, ഇതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ ആക്കാവുന്നതാണ്. കൂടുതൽ നിങ്ങൾക്ക് പറയാം. ഇനി അബ്രോഡ് ആയിട്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് സ്റ്റഡിന് അബ്രോഡ്, വിദേശത്ത് പഠിക്കാൻ പോകുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ടെന്ന് പറയണം. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന അതൊക്കെ ഓരോന്ന് നമ്മൾ ഓരോന്നും എടുക്കാൻ ഇഷ്ടംപോലെ സമയം വേണം. 1 by 1 ആയിട്ട് അതൊക്കെ കുട്ടിയുടെ മുന്നിൽ അവതരിപ്പിക്കാം. പിന്നെ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു സാധനം ഇവിടെ കാണുന്ന ഫുൾബ്രൈറ്റ് നെഹ്റു മാസ്റ്റേഴ്സ് ഡോക്ടറൽ ഫെലോഷിപ്പ് USA-യിലുണ്ട്. ആ പറയുന്നത് ഫുൾബ്രൈറ്റ് കോഴ്സ് ഉണ്ട്. പിന്നെ ചെവനിങ് സ്കോളർഷിപ്പ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഉദാഹരണമാകാം. കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവിധ കരിയറുകൾ ഉണ്ടെന്നും പ്രൊഫഷണൽ കോഴ്സിന് പോകാനും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോകാനും, ഇനി അതല്ല മോഡേൺ കാലഘട്ടത്തിലുള്ള ഒട്ടുമിക്ക കോഴ്സുകൾക്ക് പോവാമെന്ന് നമുക്ക് അവതരിപ്പിക്കാം. 3.5 കോടി മുതൽ 5.5 കോടി വരെ സ്കോളർഷിപ്പ് കിട്ടുന്ന സാധ്യതകളും കുട്ടികളുടെ മുന്നിലുണ്ടെന്നും നിങ്ങൾ പറയുകയും വേണം.